എപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് ഇക്കാനെ കാണാൻ കൊതിയാവണു. ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് ഇക്കാനെ. നീ ഒന്ന് നിർത്തിക്ക. നിനക്ക് എപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മനുഷ്യനിവിടെ ആകെ ലോണും കടവും ഒക്കെ കൂടി ആയിട്ട്. ഹലോ, ആരാ ഇത്? നിങ്ങൾ ആർക്കാ വിളിച്ച്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ ആരാ? ആദ്യം താൻ ആരാ പറ. എനിക്ക് നിന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലടാ, സോറി. നിനക്ക് സുഖല്ലേ? അല്ല, നിനക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടി? നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറയുമ്പോ ഓക്കെ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതായത് പ്രവാസി ഭാര്യമാരുടെ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇത് ഉള്ളതാണോ, ഇവര് പറയുന്ന കാര്യം ഉള്ളതാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയാം. അവള് ഷഹല ഷെരീൻ എന്ന ആ ഒരു പിശാച്ചിനെ ഇഷ്ടമില്ലാത്ത എല്ലാവരും, പിന്നീട് 3 പിഞ്ചോമന മക്കളുടെ ബാപ്പയായിട്ടുള്ള ആ വൃത്തികെട്ട നായിനെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ലൈക്ക് ചെയ്യണം. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നൊന്നായിട്ട് ഞാൻ വെച്ചു തരാം. അതായത് ഒരു ഫാമിലി ഒരു വ്ളോഗ് ഇട്ടിട്ട് നമുക്ക് അറിയിക്കുകയാണ് എങ്ങനെയാണ് അവിഹിതം വരുന്നത് എന്ന്. നിങ്ങൾ ഇത് കണ്ടിട്ട്, ഇത് മൊത്തത്തിൽ നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, എപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് ഇക്കാനെ കാണാൻ കൊതിയാവണു. ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് ഇക്കാനെ. നീ ഒന്ന് നിർത്തിക്ക. നിനക്ക് എപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മനുഷ്യനിവിടെ ആകെ ലോണും കടവും ഒക്കെ കൂടി ആയിട്ട് അതിന്റെ ഇടയിൽ കടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാണല്ലോ ഒരു കിന്നാരം പറിച്ചിട്ട്. ചൂടാവല്ലിക്ക, എനിക്ക് ഇക്കാന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. എന്നാലും എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വർഷം എത്രയെന്നറിയോ? 4 ആയി. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച അതിന്റെ പോയതാണ്. ഇക്കാനൊന്ന് നേരമണം കണ്ട് കൊതി പോലും തീർന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. തൽക്കാലം നിന്റെ കൊതിയും പൂതിയോ കാട് നിൽക്കട്ടെ. ആദ്യം എന്റെ കടങ്ങൾ തീരട്ടെ. അടുത്ത ആഴ്ച 2 EMI ഇല്ലേ, അതിന്റെ പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. നീ പോയി അടച്ചോ. ശരി എന്നാ. കട്ടാക്കല്ലേ? എന്താടി? എന്നാ എനിക്കൊരു ഉമ്മതാ. നിനക്ക് എന്താ ജസ്ന, തനിക്ക് വല്ല ഓണം ഉണ്ടോ? നമ്മളെന്താ പ്രേമിക്കുക ഫോൺ കൂടെ ഉമ്മ വെച്ച് കളിക്കാൻ? നീ ഒന്ന് കട്ടാക്കി പോക്കാ. കട്ടാക്കല്ലേ? ആ, തുടങ്ങി പെണ്ണിന്റെ കിക്കേ. അവൻക്ക് ഇത്തിരി തൊയിരം കൊടുക്കടി. നിന്റെ ഈ സ്നേഹപ്രകടനം കൊണ്ടുള്ള വീർപ്പ് മുട്ടിക്കിന് സഹിക്കാൻ പറ്റാത്തോണ്ടാ അവൻ ഇങ്ങനെ ഫോണ് കട്ടാക്കി പോണത്. 24 മണിക്കൂർ അതെ. നിങ്ങൾ എപ്പോഴാ വരിക? ഈ ഒരു ജരം തന്നെ ഉള്ളു അവൾക്ക്. ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ പുതുമോടികളാണല്ലോ അവനെ ഫോണിൽ കൂടെ കൂറുകാൻ വേണ്ടിട്ട്. കഷ്ടം. എന്റെ വിഷമം ആരും മനസ്സിലാക്കാത്ത. ഒറ്റയ്ക്കിരുന്ന് മനുഷ്യർക്ക് മതിയായി. എവിടേക്കാ? ഫോണൊക്കെ ഞാൻ എടുക്കാം. നീ പോയിട്ട് നിന്റെ പണികൾ നോക്ക്. ഓക്കെ, ബാക്കി വെച്ച് തരാം. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കണം. ഹലോ. വലൈക്കും സലാം. കഴിച്ചറമ്മാനെ? ഇല്ല മാനു, ഉമ്മ കഴിച്ചിട്ടില്ല. ഇക്കല്ലോ ഇക്ക വീഡിയോ കോൾ ചെയ്യ്. എനിക്ക് ഇക്കന്നെ ഫോണിൽ കൂടെങ്കിലും കാണാലോ. അവിടെ ഒരു വീഡിയോ കോള് നിനക്ക് കണ്ടാലേ സംസാരിക്കാൻ പറ്റൂ. പിന്നെ ഇന്നിന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവന്റെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ത് സാധനങ്ങളൊക്കെ? പിന്നെ എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കൊടുത്തുവിടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഞാനിവിടെ പണിയുടെ പൈസക്ക് മൊത്തേ നിനക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാ. ഒന്ന് പോടി. ഇത് നിനക്കുള്ള സാധനങ്ങളൊന്നുമല്ല. അവനത് അവിടെ കൊണ്ടുവന്ന് തരുമ്പോഴേ നീ അത് മേടിച്ചു വെച്ചാൽ മതി. അത് കൊണ്ടുപോകാനുള്ള ആൾ അവിടേക്ക് വന്നോളൂ. പിന്നെ എന്റെ കൂട്ടുകാരില്ലേ സുഹൈല, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവളുടെ ശരി കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ബാക്കിയും കൂടി കേൾക്കാം. നമ്പറോ?
ഹലോ. ഹലോ, ആരാ ഇത്? നിങ്ങൾ ആർക്കാ വിളിച്ച്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ ആരാ? ആദ്യം താൻ ആരാ പറ. റോങ് നമ്പർ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് വേണ്ട? ഇത് റോങ് നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഹേ, ചൂടാവില്ലേ? ഇത് ജസ്നി അല്ലേ? അതെ, നിങ്ങളാരാ? ഓ, അപ്പൊ നീ എന്റെ ശബ്ദമൊക്കെ മറന്നുല്ലേ? എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അൻവറാടി. ഇപ്പൊ ഓർമ്മ വന്നോ? ഓ, അൻവർ. അയ്യോ, എനിക്ക് നിന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലടാ, സോറി. നിനക്ക് സുഖല്ലേ? അല്ല, നിനക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി. അല്ല, എന്താ നിന്റെ പ്രശ്നം? നീ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ. അതൊന്നും ഇല്ലടാ. ഓ, പ്രൈവസി ആയിരിക്കുംല്ലേ? ഓക്കെ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറയണ്ട. അങ്ങനൊന്നും ഇല്ലടാ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഇത് ഓരോ പ്രവാസികളും കാണണം. അതായത് അവിഹിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബാക്കിയും കൂടി കാണാം. എവിടെ? എനിക്ക് പെണ്ണൊന്നും കിട്ടണില്ലടി. ഒന്നും കൂടി സെറ്റ് ആവണില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിന്നെയാണ്. പക്ഷെ നടക്കാൻ തന്നെ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ, എല്ലാം ശരിയാവുമായിരിക്കും. നീ ഇപ്പൊ എവിടെ? ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ടടി. എന്റെ അമ്മായിമ്മ വിളിക്കുന്നുണ്ട്. ഓക്കേടി, എന്നാ ശരി, ഞാൻ വിളിക്കാം. ശരി. എന്തെന്നെ വിളിച്ച്? പോയിട്ടൊരു ചൂടുവെള്ളം എടുത്തിട്ട് വാ, ഈ ഗുളിക ഒന്ന് മുഴുങ്ങാൻ. പിന്നെ ഇനി ആ ഫോണും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിൽ ഇരിക്കാണ്ടേ പോയി അടുക്കളയത്തെ പണികൾ നോക്ക്. പഞ്ഞാൾക്ക് പറ്റിയില്ല. ഓക്കെ, ബാക്കി വെച്ച് തരാം. അമ്മായിയമ്മമാരോട് ഒരു കാര്യം പറയുകയാണ്. ഇത് വളരെ മോശം. നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാനുള്ള സമയമായി. ബാക്കിയും കൂടി കേൾക്കാം. ചെക്കനായിരിക്കും. ഓള് വരുമ്പത്തിന് ഫോൺ എടുക്കാം. ഹലോ. അല്ല, ഉള്ള അമ്മായിമ്മ ഇതാരാ? ഹലോ ഹലോ. കട്ടാക്കി. ഏതവനത്? ഉള്ള അമ്മായിമ്മ പറഞ്ഞപ്പോ കട്ടാക്കി പോയി. എന്തോ പന്തികേടുണ്ട്. എന്തമ്മ, ആരെയും വിളിച്ചാ? വിളിച്ചു. ഏതവനാടി അവൻ? ജസ്നി അല്ല, അവളുടെ അമ്മായിമ്മ പറഞ്ഞപ്പോ ഒരൊറ്റ കട്ടാക്കി പോലും. ആരാടി അത്? ആവോ, എനിക്കറിയില്ല. നിനക്കറിയാണ്ട് നിന്റെ നമ്പർ എങ്ങനെയാടി അവനക്ക് കിട്ടുന്നത്? എനിക്കറിയില്ല പറഞ്ഞില്ലേ. നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തരി. പിന്നെ നിന്റെ DP-ത്തെ ഹെയർ സ്റ്റൈലോ? അയ്യേ, അത് കണ്ടാലും മതി. ഞാൻ മാറ്റിക്കോട്ടോ, ഭയങ്കര പോറാ. ആടോ, അതെനക്ക് ചേരുന്നില്ല. പോടാ ഡി. ഈ പണി എന്തെങ്കിലും കഴിയോ? മണിക്കൂറായാലും നീ ഇവിടെ തന്നെ അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണു. നിന്റെ ഒപ്പം നിന്റെ പെറുമ്പോഴേ ഈ ഫോണും ഉണ്ടായിരുന്നടി കൂടെ. എപ്പൊ നോക്കിയാലും ഈ കുന്ത്രാണ്ടും പിടിച്ചും കൊണ്ട് തന്നെ നിലത്ത് വെക്കണില്ല. അത് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഉമ്മാക്കിപ്പോ എന്താ വേണ്ടത്? നീ ആരോടാണ് ഇങ്ങനെ ഫോണിൽ കുറുകണത്? 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്റെ മകനല്ല, അവന് ഈ വിഷളത്തരത്തിൽ നിൽക്കില്ല. അവനക്ക് അവിടെ വേറെ പണിയുണ്ട്. ഇതേതോ പണിയും തരൂല തലവലാതിയാ. ഏതവനടി അവൻ?
കുറച്ച് നേരത്തെ നിന്റെ ഫോണിക്ക് വിളിച്ചില്ലേ? ഞാൻ നിന്റെ അമ്മായിമ്മ വന്നപ്പോ ഫോൺ കട്ടാക്കി പോയവൻ അവനാണ്. അവൻ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഫോണിക്ക് ഇങ്ങനെ വിളിക്കുന്നത്? എന്താണ് നീ അവൻ തമ്മിലുള്ള ബന്ധം? പെണ്ണെ തലമറന്ന് എണ്ണതേക്കണ്ട. എന്റെ മാൻ അവിടെ ബഞ്ഞ നാട്ടിൽ കടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം പ്രവാസികളെ, എത്ര തിരക്കുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഭാര്യമാരോട് സംസാരിക്കണം. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ ഇവിടെ ഒരുത്തി ഫോണിൽ ഇങ്ങനെ പണ്ടന്മാരത്തൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുക. നാട്ടുകാർ അറിഞ്ഞണ്ടല്ലോ കുത്തി ചീർക്കും. ഒന്ന് നിർത്തുമ്മ. നാവിൽ ലൈസൻസ് ഇല്ല പറഞ്ഞുകൊണ്ടേ എന്തും പറയാന്ന് വിചാരിക്കണ്ട. എന്നെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞണ്ടല്ലോ എന്റെ അമ്മായിയമ്മയൊന്നും ഞാൻ നോക്കില്ല. ഏതോ ഒരുത്ത് ഇവിടെ കസ്റ്റഡിയിലായിട്ടുണ്ട്, അതുറപ്പാ. അല്ലാണ്ട് ഇവിടെ നാവിന് ഇത്ര നീളം വരില്ല. അതിന് നമ്മൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നില്ലേ? ആടാ, അതൊക്കെ ഒരു കാലം. അപ്പൊ സംഭവം സത്യാണ്. ഈ പണ്ടാരക്കാലം എന്റെ മോനെ ചതിക്കാണ്. എത്ര കാലമാണോ റബ്ബ് ഇത് തുടങ്ങിയിട്ട്. ഞാൻ അല്ലെങ്കിൽ വേണ്ട, എന്റെ മാവൻ വിളിക്കട്ടെ, അവന്റെ അടുത്ത് തന്നെ പറയാം. അവൻ കൊടുത്തോളും വേണ്ടത്. മാസത്ത് അയ്യടാ, അവന്റെ ഒരു തമാശ. നിന്റെ തമാശ കുറച്ച് കൂടുണ്ട് കേട്ടാ. ഡാ, ഒരു മിനിറ്റ്, ഇക്ക് വിളിക്കണ്ട്. നീ കട്ടാക്കൊന്നും വേണ്ട, ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അതിന് അധികം നേരം ഒന്നും സംസാരിക്കില്ലടാ. ആകെ 1-2 മിനിറ്റ്. അതും വീട്ടിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വിളിക്കണ്ടാവുക. നീ ഒന്ന് ഹോൾഡ് ചെയ്. ഹലോ. ആരായിരുന്നു ഫോണില്? അതെന്റെ ഉമ്മയായിരുന്നു. പിന്നെ ഉമ്മാനും കൊണ്ട് നാളെയാണ് ഹോസ്പിറ്റലിൽ പോണ്ടത്. അതിനുള്ള പൈസ ഞാൻ അക്കൗണ്ടിൽ ഇട്ടുണ്ട്. ഞാൻ അത് എടുത്തു കൊടുക്കും കേട്ടോ. ശരി എന്നാ. എന്താടി ഫോൺ കട്ടാക്കാൻ ഇത്ര തിടുക്കം? നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും കാര്യം പറയാൻ എന്റെ വിളിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോൺ കട്ടാക്കും ചെയ്യും. പിന്നെപ്പോ എന്താ? ശരി ശരി. ഡാ പറയ്. ഞാൻ പറയില്ലേ, ഇത്ര തന്നെ ഉള്ളൂ. അതൊക്കെ പറയാനാണെങ്കിൽ കൊറേ ഉണ്ടടാ മോനെ. ഭയങ്കര ക്ഷീണം, തല ഇറങ്ങിയിട്ട് വയ്യ. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് തുടങ്ങി മക്കളെ, തുടങ്ങി. ബാക്കിയും കൂടി കാണാം. വയ്യ. വയ്യ. ഡി, നിന്റെ പോക്ക് എവിടേക്കാടി? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? കളിക്കല്ലേ പെണ്ണ നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങിക്കോളണം അവിടുന്ന്. കണ്ടവന്മാരൊക്കെ കൂടെ കൂടിയിട്ട് വയറ്റുണ്ടായിട്ട് എന്റെ മാന്റെ എന്റെ കുടുംബത്തിന് വരെ ചീത്ത പേരുണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്ങ. നിന്നെ തൊല്ലിക്കൊന്ന് കുഴിച്ചുമൂടി ഞാന്. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഞാനൊന്നും പറയണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. കണ്ട തേവിടിച്ചു കളിയൊന്നും എന്റെ മാനിക്ക് ഭാര്യയായിട്ട് വേണ്ടീ. നീ പോയാലും വേറെ ആയിരണത്തിന് കിട്ടൂടി എന്റെ മാനിക്കേ. നിർത്തിക്ക നിങ്ങള്. ഇനി എന്തെങ്കിലും വേണ്ടതിന് എന്നോട് പറഞ്ഞ. നിങ്ങൾ കുറെ നേരമല്ലോ നിങ്ങളുടെ മകന്റെ മഹാത്മ്യം എങ്ങനെ വളമ്പണു. ആ മാങ്കാരണത്തിന് ഇങ്ങനെയൊക്കെ ആയത്. എന്താടി എന്റെ മകൻ നിന്നെ ചെയ്തത്? എന്താ ചെയ്തു? നിങ്ങളുടെ മാനിക്കേ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ, സമയവും ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് സംസാരിക്കാൻ താല്പര്യം സമയം ഉള്ളവരോട് സംസാരിക്കും. നിങ്ങളുടെ മകൻ വിളിച്ചാലേ ആകെ 1-2 മിനിറ്റ് സംസാരിക്കും. അതും ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം. തിരക്കുള്ളവർ അങ്ങനെ തന്നെ. എന്റെ മാനോടെ സുഖവാസത്തിന് പോയതല്ല, 4 കാശ് ഉണ്ടാക്കാൻ പോയതാ. പിന്നെ ദുബായ് മൊത്തം ഇയാളുടെ മണ്ടയിലാണ് ഇരിക്കുന്നത്. എന്റെ ഉമ്മ, ഞാനൊരു പെണ്ണാണ്, എനിക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. ഇക്ക പോയിട്ട് 4 വർഷമായി. 4 വർഷം. അതും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പത്തിനും പോയി. എന്റെ ഉമ്മ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണേനെ കുറച്ച് പരിധികളുണ്ട്. എന്തിനാ പറഞ്ഞത്? ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തോടൊരു വാക്ക് അതുപോലും ചെയ്യില്ല നിങ്ങളുടെ മകൻ. ഓക്കെ, ബാക്കി വെച്ച് തരാം. പ്രവാസികളോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. ഇങ്ങനെയാണ് നടക്കുന്നത്. ഏകദേശം ഒരു 30% നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ചിലരൊക്കെ നിലവിലും ചതിക്കുന്നുണ്ട്. അതായത് ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോൾ നല്ല മാന്യന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടിട്ട് മൊത്തത്തിൽ കണ്ടിട്ട് അവസാനം ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്കാണെങ്കിൽ പിന്നെ മരുമകളിനല്ലല്ലോ വേണ്ടത്, ഒരു വേലക്കാരിനെയല്ലേ.
എന്നാ പിന്നെ കുറച്ച് ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ വെച്ചാൽ അതിനും സമ്മതിക്കില്ല. ഞാൻ എന്താ വല്ല മൃഗമാണോ അങ്ങനെ കൂട്ടിലിട്ട് അടച്ച പോലെ ഇവിടെ കടക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് പറ്റില്ല. കുറെ സഹിച്ചു ഞാൻ. എനിക്ക് മതിയും കൊതിയായി. ഒന്നും പറയണ്ട വിചാരിച്ചതാ ഞാൻ. ആ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഇടയ്ക്കിടയ്ക്ക് ആരാ വിളിക്കണമെന്ന്? അതെന്റെ ഫ്രണ്ടാ, എന്റെ ഒപ്പം പഠിച്ച എന്റെ കൂട്ടുകാരൻ. അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ പറയണത് കുറച്ചെങ്കിലും കേട്ടിരിക്കുന്നത് അവനാ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ മോശം ബന്ധമൊന്നും ഞാനും അവനും തമ്മിലില്ല. ഞങ്ങളെ അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് ആണ്. ഞാൻ അവന്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പം അതുകൊണ്ട് എന്നോട് സഹതാപം തോന്നിയിട്ടായിരിക്കും അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത്. ഒരാണും പെണ്ണും നേരിട്ട് കണ്ടു സംസാരിച്ചു എന്ന് വെച്ചിട്ടേ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമാവണമെന്നില്ല. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞായിട്ടല്ലേ തോന്നുള്ളൂ. എനിക്കൊന്നും പ്രിയപ്പെട്ടതേ എന്റെ ഇക്ക തന്നെ. പക്ഷെ അത് ഇക്കാക്കും കൂടി തോന്നണ്ടേ? ആ പിന്നെ ഞാൻ ഛർദിച്ചത് അതാണല്ലോ നിങ്ങൾക്ക് സംശയത്തിന് തുടക്കം. എനിക്ക് ഡേറ്റ് ആവാറായി. അങ്ങനെയുള്ള സമയത്തേ എനിക്ക് ഛർദിയും ക്ഷീണവും തലർക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിലും അത് മനസ്സിൽ തന്നെ വെച്ചോ. മാറ്റാനേ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ചേരം കടക്കണം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ കഥ അവസാനിക്കുകയാണ്. ഒരു കാര്യം പറയാം, ഇതാണ് നിലവിൽ നടക്കുന്നത്. എൻ്റെ പൊന്നു പ്രവാസികളെ, നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. നിങ്ങൾ ഒരു ദിവസം മിനിമം 10 മിനിറ്റെങ്കിലും ഭാര്യമാരോട് സംസാരിക്കണം, അവരെ കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, സ്നാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്പ് ഉണ്ട്. ഞാൻ വിമർശിക്കുന്നതല്ല, വൃത്തികെട്ടവന്മാരായ ചില ആണുങ്ങളുണ്ട്. അതായത് പ്രവാസി ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഹായ് താത്ത എന്നൊക്കെ മെസ്സേജ് അയക്കും. ആദ്യം ഒരു പെണ്ണിനെയും ഞാൻ കുറ്റം പറയുന്നില്ല, ഏതൊരു പെണ്ണും ആദ്യം നിൽക്കത്തില്ല ഇങ്ങനത്തെ സംസാരിക്കാനൊന്നും. അവസാനം അവള് കുറെ പിന്നിൽ നടന്നിട്ട് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് എൻ്റെ ഭർത്താവിനില്ലാത്ത കെയറിങ് ആണല്ലോ ഇവനെന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യും. എന്നാൽ ഏറ്റവും അവസാനം അത് ശാരീരികമായി ബന്ധത്തിലേക്ക് ഏർപ്പെടും. അവസാനം ആത്മഹത്യയിലേക്ക് പോവും, പിടിക്കപ്പെടും, എന്തൊക്കെയോ പ്രശ്നം സംഭവിക്കും. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ നല്ല രീതിക്ക് നോക്കുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ കുടുംബക്കാരോട് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക. അവനെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക. അല്ലാതെ കള്ളപ്പണി ഞാൻ നിങ്ങൾ നാറും. ഇപ്പോൾ ഈ പറയുന്ന ശഹലയെ പോലെ നിങ്ങൾ നാറൂലേ? അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒന്ന് പ്രവാസി ഭാര്യമാരോടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പണിക്ക് പോകേണ്ട, കർമ്മയാണ്, തിരിച്ചടിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കിയോ മക്കളെ. എന്തിനാണ്? 3 ദിവസത്തെ ദുനിയാവാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.